ദിയെ പിന്തുണച്ച് ശ്രീലക്ഷ്മി അറക്കൽ. ഭർത്താവ് അശ്വിന്റെ അമ്മയെ താൻ ആന്റി എന്നാണ് വിളിക്കാറുള്ളതെന്ന ദിയാകൃഷ്ണയുടെ വാക്കുകൾ വിവാദമായി മാറിയിരുന്നു. വഴിയിൽ കാണുന്നവരെ ഒന്നും അമ്മ എന്ന് വിളിക്കാനാകില്ലെന്നും അതിന് തന്റെ അമ്മയുണ്ടെന്നുമുള്ള ദിയയുടെ വിശദീകരണം വിവാദമാവുകയായിരുന്നു. സംഭവത്തിന് പിന്നാലെ ദിയെ എതിർത്തും അനുകൂലിച്ചും നിരവധി പേരാണ് എത്തിയത്. ഇപ്പോഴിതാ ദിയാകൃഷ്ണയ്ക്ക് പിന്തുണയുമായി എത്തിയിരിക്കുകയാണ് ശ്രീലക്ഷ്മി അറക്കൽ. ഭർത്താവിന്റെ അമ്മയെ സ്വന്തം അമ്മയെപ്പോലെ കാണുക, അവരെ പരിചരിക്കാൻ വേണ്ടി ഒരു പെൺകുട്ടിയെ വീട്ടിലേക്ക് കല്യാണം കഴിച്ചു കൊണ്ടുവരിക, സ്വന്തം വീടും അഡ്രസ്സും ഉപേക്ഷിച്ചവൾ ഭർതൃഗൃഹത്തിൽ താമസിക്കുക, ഇതൊക്കെ പുരുഷാധിപത്യ സമൂഹം സ്ത്രീകളോട് ചെയ്ത ക്രൂരതയാണെന്നാണ് ശ്രീലക്ഷ്മി പറയുന്നത്. ഞങ്ങൾക്ക് പണ്ടൊരു സാറുണ്ടായിരുന്നു. അയാൾ വരുമ്പോൾ എണീറ്റ് നിൽക്കാത്തവരെ പുള്ളി വിരട്ടും. ഇതുപോലെയാണോ നിങ്ങൾ പെരുമാറുന്നത്? നിങ്ങൾക്ക് ബഹുമാനം എന്നൊരു സാധനമുണ്ടോ? നാളെ നിങ്ങൾ പഠിപ്പിക്കാൻ പോകുന്ന സ്ഥലത്തും ഇതുപോലെ നിങ്ങളെ കാണുമ്പോൾ കുട്ടികൾ എഴുന്നേറ്റില്ല എങ്കിൽ നിങ്ങൾക്ക് സന്തോഷമാകുമായിരിക്കും. ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനും പുള്ളി ആജ്ഞാപിക്കും. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരനോട് ആർക്കും ഉള്ളിൽ ബഹുമാനമില്ല. ചുമ്മാ അയാളെ കാണിക്കാൻ വേണ്ടി മാത്രം എണീറ്റ് നിൽക്കും, പക്ഷേ ഉള്ളിൽ തെറി വിളിക്കും. ഇനി ഇതേ കോളേജിൽ പഠിപ്പിച്ച മറ്റൊരു സാറുണ്ട്. സാർ ക്ലാസ്സിൽ വരുമ്പോൾ എല്ലാവരും സ്വമേധയാ എണീറ്റ് നിൽക്കും. എല്ലാവർക്കും പുള്ളിയെ ഇഷ്ടമാണ്. അങ്ങനെ കോളേജ് തുടങ്ങി കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, നിങ്ങൾ ഞാൻ വരുമ്പോൾ എപ്പോഴും എണീറ്റ് നിൽക്കേണ്ട ആവശ്യമില്ല. ബഹുമാനമൊക്കെ മനസ്സിലുണ്ടായി വരേണ്ടതാണ്, അല്ലാതെ അത് പ്രകടിപ്പിച്ച് കാണിക്കേണ്ടതല്ല. എനിക്കിത് കേട്ട് വളരെ സന്തോഷമായി. ഈ കോളേജിൽ ബോധമുള്ള ആൾക്കാരുമുണ്ടെന്ന് തോന്നി. ഇത്രയും പറഞ്ഞു വന്നത് സോഷ്യൽ മീഡിയയിൽ ഇന്ന് കറങ്ങി തിരിഞ്ഞു നടക്കുന്ന അമ്മ മഹാത്മ്യം കണ്ടതുകൊണ്ടാണ്. ഇവിടുത്തെ നായിക പതിവ് പോലെ ഒരു സെലിബ്രിറ്റിയാണ്. സെലിബ്രിറ്റികളുടെ സ്വകാര്യ ജീവിതത്തെ വലിച്ചു കീറിയാണല്ലോ കേരളത്തിലെ കുറെ യൂട്യൂബ് ക്രിയേറ്റർമാർ വീട്ടിലേക്കുള്ള അരി മേടിക്കുന്നത്. ദിയാകൃഷ്ണ അവരുടെ ഭർത്താവിന്റെ അമ്മയെ അമ്മ എന്ന് വിളിക്കുന്നില്ല എന്നതാണ് സോഷ്യൽ മീഡിയ സദാചാര ടീമുകളുടെ അടുത്ത പരാതി. ദിയാകൃഷ്ണയുടെ പല വാക്കുകളോട് അവരുടെ അച്ഛൻ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തോട് എനിക്ക് ശക്തമായ എതിർപ്പുണ്ടെങ്കിലും ഇത്തരം സ്ത്രീകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെ പുരോഗമനപരമായ ചിന്തകൾ കൊണ്ടു നടക്കുന്നവരാണ് അവരുടെ കുടുംബക്കാർ. പെൺമക്കൾക്ക് ഇഷ്ടമുള്ള ആളുകളെ തിരഞ്ഞെടുക്കാൻ സർവ്വ സ്വാതന്ത്ര്യം കൊടുക്കുക, അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡ്രസ്സ് ഇടാനും പ്രവർത്തിക്കാനും തടസ്സം നിൽക്കാതെ ഇരിക്കുക എന്നതൊക്കെ ആ കുടുംബത്തിന്റെ പുരോഗമനപരമായ നിലപാടാണ്. അതുപോലെ തന്നെയാണ് ദിയ ഈയിടയ്ക്ക് പുറത്തുവിട്ട വീഡിയോ. അവർക്ക് അമ്മ എന്ന് വിളിക്കാൻ സിന്ധു കൃഷ്ണകുമാർ മരുതൻകുഴിയിലുണ്ടെന്നും അശ്വിൻ കൃഷ്ണയുടെ അമ്മയെ അവർ അമ്മ എന്ന് വിളിക്കാറില്ല എന്നും പറഞ്ഞുമാണ് സദാചാര സമൂഹത്തെ ഇളക്കി വിട്ടിരിക്കുന്നത്. ഭർത്താവിന്റെ അമ്മയെ സ്വന്തം അമ്മയെപ്പോലെ കാണുക, അവരെ പരിചരിക്കാൻ വേണ്ടി ഒരു പെൺകുട്ടിയെ വീട്ടിലേക്ക് കല്യാണം കഴിച്ചു കൊണ്ടുവരിക, സ്വന്തം വീടും അഡ്രസ്സും ഉപേക്ഷിച്ച് അവൾ ഭർതൃഗൃഹത്തിൽ താമസിക്കുക, ഇതൊക്കെ പുരുഷാധിപത്യ സമൂഹം സ്ത്രീകളോട് ചെയ്ത ക്രൂരതയാണ്. ഈ സമ്പ്രദായമൊക്കെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യം, വ്യക്തി താല്പര്യം എന്നിവ തകർക്കുന്നു. അതുകൊണ്ടാണ് പല പ്രതിഭകളായ സ്ത്രീകളും അടുക്കളയിലും അമ്മായിയമ്മയുമായി ഒതുങ്ങിപ്പോകേണ്ടി വന്നത്. എന്നാൽ ഇന്ന് സ്വാതന്ത്ര്യം നേടിയ സ്ത്രീകൾ ഭർതൃഗൃഹം ഉപേക്ഷിച്ച ഭർത്താവുമായി മാറി താമസിച്ച് അവരുടെ സമാധാനം തിരിച്ചുപിടിക്കുന്നു. അതിന്റെ ഉദാഹരണമാണ് ബ്യൂട്ടി വ്ളോഗർ ഗംഗയും ദിയാകൃഷ്ണയും ഒക്കെ. നോക്കൂ സുഹൃത്തുക്കളെ, നമ്മളെ പ്രസവിച്ച് വളർത്തി വലുതാക്കിയ അമ്മയെപ്പോലെ മറ്റൊരാളുടെ അമ്മയെ കാണാൻ ഭൂരിഭാഗം പേർക്കും ഒരിക്കലും കഴിയില്ല. അതുകൊണ്ട് തന്നെ മറ്റൊരാളുടെ അമ്മയെ അമ്മയെന്ന് വിളിക്കാനും നമുക്ക് തോന്നണമെന്നില്ല. കല്യാണം കഴിഞ്ഞ പുരുഷന്മാർ സ്ത്രീകളുടെ വീട്ടിൽ പോയി 5 മിനിറ്റ് നിൽക്കാൻ വരെ മടിയാണ്. അവരുടെ അമ്മയെ വിളി കേൾക്കുമ്പോൾ തന്നെ അറിയാം നാട്ടുകാരെ പേടിച്ച് വിളിക്കുന്നതാണെന്ന്. ഇതൊന്നുമല്ല, ഇനി അമ്മയെ അമ്മയെന്ന് വിളിക്കേണ്ട ഒരാവശ്യവുമില്ല. കനി കുസൃതിയൊക്കെ അവരുടെ അമ്മയെ ജയശ്രീ ചേച്ചി എന്നാണ് വിളിക്കാറുള്ളത്. നമ്മൾ ഒരാളെ എങ്ങനെ വിളിച്ചാലും നമുക്ക് അയാളോടുള്ള സ്നേഹം മനസ്സിലാണുള്ളത്. നമ്മൾ ഓരോ മനുഷ്യരെയും വ്യത്യസ്ത കണ്ണുകളിലൂടെ, വ്യത്യസ്ത കാഴ്ചപ്പാടുകളിലൂടെയാണ് കാണുന്നത്. അതുകൊണ്ട് ആരെ എന്തു വിളിക്കണം എന്ന് അവർ തമ്മിൽ തീരുമാനിക്കും. വിളിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും ഇല്ലാത്ത പ്രശ്നമാണ് നാട്ടുകാർക്ക്. സോ ഭർത്താവിന്റെ അമ്മയെ അമ്മ എന്ന് വിളിച്ചില്ല എന്ന് പറഞ്ഞ് രോദനം ഉയർത്തുന്നവർ പുരുഷാധിപത്യ കാഴ്ചപ്പാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന ഊളകളാണ്. എൻ്റെ സാർ പറഞ്ഞതുപോലെ ബഹുമാനം മനസ്സിലുണ്ടായി വരേണ്ടതാണ്, അല്ലാതെ അത് സമൂഹം നിഷ്കർഷിക്കുന്ന പ്രത്യേക രീതിയിൽ കാണിക്കേണ്ട ഒരു ആവശ്യവുമില്ലെന്നാണ് ശ്രീലക്ഷ്മി അറക്കൽ പറയുന്നത്.